നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തൊഴിൽ മേഖലയിലെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളിമത്തിൽ നട്ടം തിരിയുന്ന ന്യൂസിലൻഡിലേക്ക് അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ വഴി എങ്ങനെ പോകാൻ പറ്റും? കഴിഞ്ഞ നമ്മൾ ചെയ്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നിരുന്നാലും പലരും സംശയം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ ഇവിടെ വിശദീകരിച്ച് പറയാം. അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസയിൽ എങ്ങനെ നമ്മൾക്ക് ജോലിക്കായി അപ്ലൈ ചെയ്യാം? ഏതൊക്കെ ജോലികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? വിസ ലഭിക്കാനായി എത്ര ദിവസം കാത്തിരിക്കണം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. ന്യൂസിലൻഡിലെ കടുത്ത സ്റ്റാഫ് ഷോർട്ടേജ് മൂലം തൊഴിൽ മേഖല അപ്പാടെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ന്യൂസിലൻഡ് ഗവൺമെൻറ് വിസ നിയമത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അതിനുശേഷവും അവിടെ നിലവിലുള്ള തൊഴിലാളിക്ഷാമം പരിഹരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ന്യൂസിലൻഡിൽ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ വിദേശ രാജ്യങ്ങളിൽ നിന്നും റിക്രൂട്ട് ചെയ്ത് ന്യൂസിലൻഡിലെ തൊഴിലാളിക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പലരും കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ പഠിച്ചവർക്ക് ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഇന്ത്യയിൽ പഠിച്ച എല്ലാ ഡിഗ്രികളും ന്യൂസിലൻഡ് ഗവൺമെൻറ് അംഗീകരിച്ചതാണ്. നിങ്ങൾക്ക് ഒരു അസസ്മെൻറ്റ് ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ന്യൂസിലൻഡിലാണ് പഠിച്ചതെങ്കിൽ അതിൻ്റെയും ആവശ്യമില്ല. ഈ അസസ്മെൻറ്റ് ചെയ്യേണ്ടുന്ന സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച കോഴ്സ് എന്താണ്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഈ ജോലിക്ക് അവർ പറഞ്ഞ ക്വാളിഫിക്കേഷനുമായി ഈക്വലൻ്റ് ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയാണ്. ഇവിടെ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഒരു നടപടിക്രമമാണ് ഈ അസസ്മെൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയൻ കെയർ അസിസ്റ്റൻ്റായി പോകുന്നവർക്ക് അവിടെയും ഇതുപോലെ അസസ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. സ്കിൽഡ് ജോബ് വേക്കൻസിയും അതുപോലെ തന്നെ അൺസ്കിൽഡ് ജോബ് വേക്കൻസിയും ഇപ്പോൾ ധാരാളമായി ന്യൂസിലൻഡിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ്സായ ആളാണെങ്കിൽ അതനുസരിച്ചുള്ള സാലറിയും ജോലിയും നിങ്ങൾക്ക് ഉറപ്പാണ്. എന്നാൽ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാത്ത ആളാണെങ്കിൽ പോലും അവർക്കും വിസ കൊടുക്കാൻ ന്യൂസിലൻഡ് തയ്യാറായിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായുള്ള ജോലി എന്ന് പറയുന്നത് ഡയറി ഫാമുകളിലേക്കുള്ള ജോലിയാണ്. അതായത് പശുപരിപാലനം. അത് സാധാരണക്കാരായ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. എന്നാൽ ഇതിൽ തന്നെ ഫാം മാനേജർ, അസിസ്റ്റൻ്റ് ഫാം മാനേജർ, ധാരാളം ഫാർമേഴ്സിൻ്റെയും ആവശ്യം അവർക്കുണ്ട്. ഈ വേക്കൻസികളൊക്കെ അവിടെയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ സ്ക്രീനിലും അത് എഴുതി കാണിക്കുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ സ്ക്രീൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കുറേ കാലം മുമ്പ് നമ്മൾ സാധാരണഗതിയിൽ ഗൾഫിലേക്ക് പോകുന്നത് പോലെ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണോ അതിൽ തന്നെ ജോലി കിട്ടി ന്യൂസിലൻഡിലേക്ക് വരുന്ന ഒരവസ്ഥ നിലവിൽ വന്നിരിക്കുന്നു. അവിടെയുള്ള വേക്കൻസികളുടെ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറേ നാൾ മുമ്പ് ഗൾഫിലേക്ക് ആളുകൾ കയറിപ്പോയതുപോലെ തന്നെയാണ് ഇപ്പോൾ ന്യൂസിലൻഡിലേക്കും വേക്കൻസികൾ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ന്യൂസിലൻഡ് മലയാളികളുടെ അടുത്ത ഗൾഫാകുമോ? പുറത്തു വരുന്ന പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഹെവി മോട്ടോർ മെക്കാനിക്ക്, ലൈറ്റ് വെഹിക്കിൾ മെക്കാനിക്ക്, ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് തുടങ്ങിയ എല്ലാ മേഖലകളിലും ധാരാളം ജോലിയും ഒപ്പം വിസ കൊടുക്കാനും കമ്പനികൾ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ജോബ് സെർച്ചിങ് സൈറ്റിൽ ഉദാഹരണത്തിന് ഡ്രൈവർ എന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ടീച്ചർ എന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അടുത്തത് വരുന്നത് അത് പ്രൈമറി ടീച്ചറാണോ അല്ലെങ്കിൽ ഹയർ ലെവൽ ടീച്ചറാണോ, ഏത് സ്കൂളിലേക്ക് വേണം, ഏത് സ്ഥലത്തേക്ക് വേണം, ഇങ്ങനത്തുള്ള എല്ലാ വിവരങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കുന്നതാണ്. പ്രൈമറി സ്കൂൾ മുതൽ സെക്കൻഡറി സ്കൂൾ വരെ വിവിധ പോസ്റ്റുകളിലേക്കുള്ള ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അവർക്കെല്ലാം വിസ ഉടൻ തന്നെ കൊടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ പറയട്ടെ, മലയാളികൾക്ക് ഏറ്റവും മികച്ച ഒരു അവസരമാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഉയർന്ന ജീവിത നിലവാരവും സ്റ്റാൻഡേർഡ് വർക്ക് പ്ലേസും പെർമനൻ്റ് റെസിഡൻസിയും ഇതൊക്കെ കൊണ്ട് തന്നെ ന്യൂസിലൻഡിനെ മറ്റൊരു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കിയിരിക്കുന്നത്. ഇപ്പോഴുള്ള ഒരു അവസ്ഥയനുസരിച്ച് 55 വയസ്സോ അതിൽ താഴെയുള്ളവർക്കോ ന്യൂസിലൻഡിലേക്ക് വരാനാകും. നിങ്ങൾ 55 വയസ്സ് കഴിഞ്ഞെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിസ നിങ്ങൾക്ക് കിട്ടുകയില്ല എന്നാണ് അവരുടെ ഇമിഗ്രേഷൻ സൈറ്റിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR കിട്ടണമെങ്കിൽ, അതായത് UK അയർലൻഡോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഒക്കെ ആണെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ അതിൻ്റേതായ സമയപരിധി കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് ഈ PR ഒക്കെ കിട്ടുകയുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ ന്യൂസിലൻഡിൽ സംജാതമായിരിക്കുന്നത്. ലേബർ മാർക്കറ്റിൽ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ജോബുകളും ന്യൂസിലൻഡ് ഗവൺമെൻറ് ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസിലൻഡ് ഗവൺമെൻറ്റിൻ്റെ ഗ്രീൻ ലിസ്റ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഗ്രീൻ ലിസ്റ്റിലുള്ള ജോലിക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിസ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്.
ഈ ഗ്രീൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഹയർ സാലറി കിട്ടുന്ന സ്കിൽഡ് കാറ്റഗറി ജോബുകളാണ്. അതിൽ തന്നെ പ്രധാനം സ്ട്രെയിറ്റ് ടു റെസിഡൻസ് വിസയാണ്. അതായത് ഇവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് PR കിട്ടുന്നതായിരിക്കും. ന്യൂസിലൻഡിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് PR ആകാനുള്ള ആപ്ലിക്കേഷൻ കിട്ടുന്നു. അടുത്തത് വർക്ക് ടു റെസിഡൻസ് വിസയാണ്. നിങ്ങൾ ജോലി കിട്ടി ന്യൂസിലൻഡിൽ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടാൽ അവിടെ പെർമനൻ്റായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് PR മാറാവുന്ന ഒരു ഓപ്ഷനാണ് ഈ വർക്ക് ടു റെസിഡൻസ് വിസ. നിരവധി ജോലികളാണ് ഈ ഒരു കാറ്റഗറിയിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, 2 വർഷം ഇവിടെ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസിലൻഡിൽ സെറ്റിൽ ആവാനും പറ്റുന്ന ഒരു അവസരമാണ് ന്യൂസിലൻഡ് ഗവൺമെൻറ് വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് നൽകുന്നത്. വീഡിയോയുടെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞങ്ങൾ ചില സൈറ്റുകൾ തന്നിട്ടുണ്ട്. ഈ ജോലി എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ജോലി എന്താണോ, എന്ത് ജോലിയുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങൾ ആ പെർട്ടിക്കുലർ ജോബ് വേക്കൻസി ന്യൂസിലൻഡിൽ ഉണ്ടോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഓവർസീസ് കാൻഡിഡേറ്റ് എന്നുകൂടി ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് കുറേ റിസൾട്ടുകൾ കിട്ടുമ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ വിസ സ്പോൺസർഷിപ്പ് ഫാം ജോബ്സ് ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഈ ജൂൺ 21 വന്ന പോസ്റ്റാണിത്. അതുതന്നെ കാണിക്കുന്നത് 631 വിസ സ്പോൺസർഷിപ്പ് ഫാം ജോബ് എന്നാണ് കാണിക്കുന്നത്. വീഡിയോയുടെ സ്ക്രീനിൽ അത് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മുന്നോട്ട് പോവുക, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ മൊബൈലിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാ ജോബ് സൈറ്റുകളുടെയും ആപ്പുകളുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടി ഈസി ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ജോലി, അതിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള മേഖല, ഇഷ്ടമുള്ള സ്ഥലം, ഇതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാത്രമല്ല എത്ര സാലറി കിട്ടും എന്നും അറിയാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുക. ഒപ്പം തന്നെ ഒരു കവറിംഗ് ലെറ്ററും അതിൽ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിവരങ്ങളൊക്കെ വളരെ കൃത്യമായിരിക്കണം. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന രീതികൾ വെച്ചിട്ടായിരിക്കും മുന്നോട്ടുള്ള നിങ്ങളുടെ വിസ പ്രോസസ്സിങ്ങും മറ്റും നടക്കുന്നത്. അപ്പോൾ മിസ്മാച്ച് വരാൻ ഇടയാവരുത്. ഇങ്ങനെ 1-2 തവണ മാത്രമല്ല, ദിനംപ്രതി പറ്റുന്നത്ര ആപ്ലിക്കേഷനുകൾ അയച്ചുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനൊരു പ്രതിഫലം കിട്ടും. ന്യൂസിലൻഡിലെ ഏത് ജോബ് വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്താലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടുന്നത്. പ്രധാനപ്പെട്ട വെബ്സൈറ്റുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ന്യൂസിലൻഡിലുള്ളത് മികച്ച അവസരങ്ങളാണ്. മാത്രമല്ല നിങ്ങൾ ഏജൻസിക്ക് പൈസ കൊടുക്കാതെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ പല ജോലികൾക്കും എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തതും കൺസ്ട്രക്ഷൻ മേഖലയിലും ഹെൽത്ത് കെയർ മേഖലയിലും ധാരാളം വേക്കൻസികൾ ഇപ്പോഴുമുണ്ട്. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ 6 മാസത്തെ ഷോർട്ട് ടൈം ചെറിയ ജോലികൾക്കായി എംപ്ലോയേഴ്സ് ഇപ്പോൾ വിസ നൽകുന്നുണ്ട്. ഗാർഡനിങ്, ക്ലീനിങ് തുടങ്ങിയ ജോലികളാണ് ഷോർട്ട് ടൈമിൽ വരുന്നത്. മാത്രമല്ല 6 മാസത്തെ വിസ കിട്ടിയാലും നമ്മുടെ വർക്ക് നല്ലതാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയർ നല്ലതാണെങ്കിൽ വിസ മുന്നോട്ട് നീട്ടിക്കരാനുള്ള സാധ്യതയും ഉണ്ട്. വിസിറ്റിംഗ് വിസയിലും മറ്റുമൊക്കെ പോയി ജോലി കണ്ടുപിടിക്കാം എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും അതിന് വലിയ ഉറപ്പൊന്നും തന്നെ ഇല്ല എന്നതാണ് വാസ്തവം. ചിലർക്ക് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത്, നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നുകൊണ്ട് ഓൺലൈൻ വഴിയായി ആപ്ലിക്കേഷൻ നൽകി ഒരു ജോലി കണ്ടുപിടിച്ച് ജോബ് വിസ കാറ്റഗറിയിൽ തന്നെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ന്യൂസിലൻഡ് വളരെ മനോഹരമായ രാജ്യമാണ്. ആ രാജ്യത്ത് പ്രത്യേക വേർതിരിവുകൾ ഒന്നും തന്നെയില്ല. എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഏറ്റവും നല്ല രാജ്യമാണ് ന്യൂസിലൻഡ്. അവിടുത്തെ നിയമങ്ങൾ പോലും അങ്ങനെയാണ്. എല്ലാ പൗരന്മാരും ഒരുപോലെയാണ്. അവർക്ക് രാജ്യവ്യത്യാസമില്ലാതെ, കളർ വ്യത്യാസമില്ലാതെ എല്ലാവരെയും അവർ സ്വീകരിക്കുന്നു. പിന്നെ നമ്മൾ പലരോടും ചോദിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ തള്ളരുത്, ഇവിടെ നിങ്ങൾ പറയുന്നത് പോലെ സാധ്യതകളൊന്നുമില്ല. വളരെ വ്യക്തമായി ന്യൂസിലൻഡ് ഇമിഗ്രേഷൻ സൈറ്റുകളിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ ഈ ആളുകൾ അറിയാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറയട്ടെ. വളരെ വ്യക്തമായി ന്യൂസിലൻഡ് ഇമിഗ്രേഷൻ സൈറ്റുകളിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ ന്യൂസിലൻഡിലെ ജോബ് സെർച്ചിങ് സൈറ്റുകളിലെ വേക്കൻസികളും കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാവും അവിടെ എത്രത്തോളം സാധ്യതകളാണ് ഉള്ളതെന്ന്. ഈ സാധ്യതകൾ മുതലാക്കാൻ നമ്മൾ തന്നെ മെനക്കെട്ടിറങ്ങണം. നിങ്ങൾ അവിടെയുള്ള ആരുടെയും ഹെൽപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കറിയേണ്ടുന്ന വിവരങ്ങൾ വളരെ വ്യക്തമായി, കൃത്യമായി, വലിച്ചു നീട്ടലുകളില്ലാതെ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ ഏത് രാജ്യത്തോട്ട് ജോലിക്കായി ട്രൈ ചെയ്താലും ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യണം. നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലികൾക്ക് ആപ്ലിക്കേഷൻ അയക്കണം. സത്യസന്ധമായിട്ടുള്ള വിവരങ്ങളാണ് കൊടുക്കേണ്ടുന്നത്. കാരണം അസസ്മെൻ്റ് നടത്തുമ്പോൾ അത് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ രാജ്യത്തോട്ട് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. പുതുതായി വരുന്ന എല്ലാ ജോലി സാധ്യതയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും
നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.